ബ്യൂട്ടിഫുൾ പീപ്പിൾ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചെറ്റപ്പട്ടി നാറി ചേച്ച പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും, പിന്നെ മോളെ ഞാൻ സർജറി കഴിഞ്ഞു, മോക്ക് ആ സർജറി കാണണം. ഞാൻ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ നിന്നോട് എപ്പോഴാണ് പറഞ്ഞത്? നീ എന്നോട് എപ്പോഴാണ് ചോദിച്ചത് മോക്ക് കാണണോ? അപ്പൊ ഞാൻ നിന്നോട് കാണണമെന്ന് പറഞ്ഞോ? ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് ഒറ്റ തന്തയുള്ളൂ, കെ ആർ രാജേഷ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാ നിങ്ങൾ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ എന്ന് എനിക്ക് സർജറി ചെയ്ത് എനിക്ക് അറിയില്ല, എനിക്കൊന്ന് കാണണം, ഞാൻ പറയില്ല ഒരിക്കലും. ഈ മോതിരി തോന്നിയ സാധനം കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ. കുറെ കമന്റ്സ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി ജീവിച്ചാൽ പോലെ, എന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നത്, അത് അവരുടെ പ്രൈവസി അല്ലേ എന്നുള്ളത്. സോഷ്യൽ മീഡിയയുടെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ പ്രൈവസി ഒന്നുമില്ല. നീ ആരാണ് ഞങ്ങളെ കുറിച്ച് പറയാൻ? ചോണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഈ ഭവാനെ ആരാണ് കാണിച്ചു തരാം. എന്റെ അഭിപ്രായം പറയാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അത് ഞാൻ ഇനിയും തുടരും. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് തന്നെ തുടരും. പിന്നെ കുറച്ച് പേര് പറഞ്ഞു, നീ നിന്റെ ലൈഫ് ഹൈഡ് ചെയ്ത് പോകുന്നു, വളരെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. എനിക്കതിൽ അഭിമാനിക്കാം മിസ്റ്റർ. എനിക്ക് റിയൽ ലൈഫ് വേറെയാണ്, എന്റെ റിയൽ ലൈഫ് വേറെയാണ്. പിന്നെ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി സർജറി കഴിഞ്ഞു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡൗൺ സർജറി ആണോ കഴിഞ്ഞത്? അല്ലല്ലോ, നിങ്ങൾ സ്ത്രീയായി മാറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സ്ത്രീ ആവുന്നത്? അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. അങ്ങനെ ഒരു മാജിക്കും കൂടി, കാരണം ഗർഭം ഒരു മാജിക് ആയിരുന്നല്ലോ, അതൊരു മാജിക് ആണോ എന്നുള്ളത്. പിന്നെ എന്നോട് എന്റെ ലൈഫ് നോക്കി ജീവിക്കണം എന്ന് പറയുന്ന ആൾക്കാരോട്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി ജീവിക്കണം. എന്റെ വീഡിയോസ് ഒന്നും കാണാൻ നിൽക്കണ്ട, അതിലൊന്ന് കമന്റ് ഇടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും പറ്റില്ല മിസ്റ്റർ. പിന്നെ റീച്ചിന് വേണ്ടിയില്ലേ ചെയ്യുന്നത് ഒരുപാട് പേര് ചോദിച്ചു. അതെ, അല്ലാണ്ട് ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയന്റെ അകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫാ ചിക്കനും കുബൂസും കിട്ടില്ല. എല്ലാരും റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന വ്യക്തികൾ നമുക്ക് കോണ്ടന്റ് ഇട്ട് തരുന്നു, അവരുടെ കോണ്ടന്റും റീച്ച് തന്നെയാണ്. എല്ലാവർക്കും അത് തന്നെയാണ് മിസ്റ്റർ, എനിക്കും അത് തന്നെയാണ്. അപ്പൊ സർജറിന്റെ ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സങ്കടങ്ങളൊന്നും കേൾക്കണ്ട. എല്ലാ തൊട്ടടുത്ത മാങ്ങ നല്ല മാങ്ങ മധുരം പൊടിച്ചിട്ട് വാ. ആശിത തോട്ടെടുത്തിട്ട് മാങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൊറേ മാങ്ങ ഉണ്ടേ. മാങ്ങ കിട്ടിയിരിക്കണെങ്കിൽ ഒന്ന് മതി. രാവിലെ ഗൈസ് അങ്ങനെ മാങ്ങ കിട്ടിയിരിക്കാണ് ഗൈസ്. ഇങ്ങനെ പച്ചക്ക ഈ പട്ടി എപ്പോഴും വരക്കും. പച്ച കഴിക്കാൻ രസം. ജാസി, എന്തൊരു ചെക്കപ്പ് കഴിഞ്ഞോ? എല്ലാവരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ. ജാസിക്ക് എത്ര മാസമായിരുന്നത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നോണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് എനിക്ക് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്ന എന്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ കേൾക്കുന്നല്ലേ. ജാസിയുടെ ഗർഭം, ജാസിയുടെ സർജറി, ജാസി ആർക്കോ തുണിപ്പോയി കാണിച്ചു കൊടുത്തു. എനിക്ക് വയ്യ സത്യം പറയാലോ. പറയുന്നവരവർ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. കൂടാണ്ട് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്റെ ഫോക്കസ് ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ്. പിന്നെ ഞാൻ ഗർഭത്തിന്റെ കഥ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകൾക്ക് പേഴ്സണലി എന്തെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ എല്ലാവരോടും ഞാൻ എന്റെ മനസ്സ് തട്ടി സോറി പറയാം കേട്ടോ. ഒരു വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ എത്ര വൾഗറായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചോ? പിന്നെ എന്റെ സർജറി ഒരുപാട്
വേദന വെച്ചാണ് പല ട്രാൻസുകളും ഇങ്ങനെ സർജറി ചെയ്യുന്നത്. എന്നിട്ട് സർജറി ചെയ്തിട്ടില്ല, ജാസ്തി ചെയ്ത സർജറി ഫേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞ മുറിവ് വന്നാൽ നമുക്ക് എത്ര വേദനിക്കും അല്ലേ? അതിനിടെ എത്രയോ വലിയ വേദനയാണ് ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കണം, ഞാൻ ചില സർജറി പറയണം, ജാസ്തി സർജറി വ്യക്തമാക്കണം, എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ പറയേണ്ടത്? എൻ്റെ ലൈഫിൽ ഒരു വലിയ നല്ലൊരു കാര്യം നടന്നു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചു, അത്ര മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ എല്ലാവർക്കും വേണ്ടത് ഈ പബ്ലിസിറ്റിയാണ്. എന്നെ പിടിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അതിൽ ഒരു വിഷമവും ഇല്ല. അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യത്തിന് പോലും എന്നെ നിങ്ങൾ വലിച്ചയക്കുന്നില്ലേ? ജാസിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിസിറ്റിയും അതേപോലെ നിങ്ങൾക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറ്റേ, ഞാൻ ഇതുവരെ ഒരാളോട് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്നെ എത്ര വൾഗറായിട്ടാണ് ആ കുട്ടി പറയുന്നത്. എൻ്റെ അച്ഛൻ, എൻ്റെ ഫാമിലി എത്രയോ പറയുന്നുണ്ട്. ഇപ്പോൾ അടുത്തിട്ട വീഡിയോയിലും വളരെ മോശമായിട്ട് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി വരെ ചോദ്യം ചെയ്ത് പറഞ്ഞില്ലേ? ഇതൊക്കെ ആയാലും ഞാൻ പെൺകുട്ടിയായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ അടുത്ത് ട്രാൻസ് ഐ ഡി കാർഡും ഞാൻ ചെയ്ത സർജറിയുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തെളിവായിട്ട് കാണിച്ചേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല. മരണം വരെ ഒരു സ്ത്രീയായിട്ട് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാനാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. പിന്നെ ഈ പറയുന്നവരെല്ലാവരും തികഞ്ഞവരാണോ? അവരുടെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.